നമ്മൾ പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, ഞങ്ങളുടെ വീട്ടിൽ കിടന്നാൽ ഉറക്കം കിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ രോഗങ്ങളാണ്. ഇങ്ങനെ എണ്ണി 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 സങ്കടങ്ങളും ഭാരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാരം തോന്നും. കാരണം അതുപോലെ ഭാരപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒട്ടും നന്മയായ കാര്യങ്ങളില്ല, എല്ലാം നെഗറ്റീവാണ്. അച്ഛാ, ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഈ വീടിന്റെ പ്രത്യേകത, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. മറ്റൊരു മതസമുദായത്തിന്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്തല്ലേ ഞങ്ങള്. അപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്. എന്ന് മാത്രമല്ല അച്ഛാ, ഞങ്ങൾക്കെതിരെ ഈ സ്ഥലത്തൊക്കെ ചിലര് ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം, ചില കൂടോത്രമൊക്കെ പ്രയോഗിച്ചിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അച്ഛാ, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് രക്ഷയില്ല, ഉറക്കം കിട്ടിയേല, രോഗപീഠയാണ്, ദുഃഖമാണ്, ഭാരമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ദൈവമകനും ദൈവമകളും മനസ്സിലാക്കേണ്ട കാര്യം, നിന്റെ ഉള്ളിൽ അതിശക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതിൻ്റെ ഭാഷയാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റിയല്ല. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ നിന്റെ ഉള്ളിലുള്ളവനാണോ പുറത്തുള്ള ആൾക്കാണോ ശക്തി കൂടുതൽ? ശ്രദ്ധിച്ചേ, ഉള്ളിലുള്ള ആൾക്കാണോ പുറത്തുള്ളതിനാണോ ശക്തി കൂടുതൽ? നിന്റെ വീടിന് ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നാലും നിനക്കെന്ത്? നിന്റെ ഉള്ളിൽ അത്രമേൽ ശക്തി ഉണ്ടെങ്കിൽ നിന്നെ ഈ തിന്മ പീഡിപ്പിക്കില്ല. ദുർബലരാണ് പലരും. കാരണം എന്താ? അയ്യോ, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അവരെനിക്കെതിരെ ഈ പ്രയോഗം നടത്തി, ആ പ്രയോഗം നടത്തി. 24 മണിക്കൂറും തലയ്ക്കകത്ത് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? നമ്മൾ അവരുടെ ചിന്തകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ഈശോ എന്നോടും നിന്നോടും പറയുന്ന കാര്യം എന്നാണെന്നറിയോ? നിയമാവർത്തന പുസ്തകം 28:10, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിന്റെ നാമം, അവന്റെ നാമം യേശു എന്നാണ്. ആ നാമം ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രഖ്യാപിച്ച് നമ്മൾ ജീവിക്കണം.